ഒരു കാര്യം ചെയ്ത് തീർക്കണമെന്ന് തുനിഞ്ഞിറങ്ങിയാൽ ഞാനത് ചെയ്ത് തീർക്കന്നെ ചെയ്യും കേട്ടോ. അത് എൻ്റെ ബ്ലഡിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് ഞാൻ ഹെയർ ഡ്രയർ വെച്ചിട്ട് ഉണക്കുകയാണ്. കാരണം ഈ ഒരു സൈസിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതെങ്ങനെയായി തീരും, എന്താണ്, എത്രത്തോളം പെർഫെക്ഷൻ കിട്ടും, എത്രത്തോളം നീറ്റ്നെസ് കിട്ടും, എത്രത്തോളം പെയിൻറ്റ് ചിലവാകും, എത്രത്തോളം എഫേർട്ട് ഉണ്ട്, ഇതൊക്കെ ഒന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. അതാണ് ഈ മെനക്കെട്ട് ഡ്രയർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ഡ്രയർ ഇട്ടിട്ടാട്ടോ ഉണക്കുന്നത്. ഇത് ഫുള്ളായിട്ട് റെഡി ആയിട്ട് ശരി. ഓവറായിട്ട് നമുക്ക് ഹീറ്റ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഫാൻ ഇട്ടാൽ ഇപ്പം മഴയാണ്, നല്ല മഴയാണ്. അപ്പോൾ ഫാൻ ഇട്ടാൽ നമുക്ക് ഒന്നാമത് എനിക്ക് വരയ്ക്കുന്നിടത്ത് ചെറുതായിട്ടൊരു ചോർച്ചയുണ്ട്. അപ്പം അതും കൂടി വെച്ചിട്ട് ഈ ഫാൻ കൂടി ആകുമ്പം ഭയങ്കരമായിട്ട് ഒന്ന് സ്ക്രീൻ തുടച്ചാട്ടോ, സ്ക്രീനിൻ്റെ മുകളിൽ പെയിൻറ്റോ എന്തോ ഉണ്ട്. അപ്പം ഭയങ്കരമായിട്ട് തണുപ്പടിച്ചിട്ട് ഇത് ഉണങ്ങാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഫാൻ ഇടാനോ ഇല്ല. ഫാൻ ഭയങ്കര സ്പീഡാണ്, അല്ലെ ലോ സ്പീഡിൽ ഇട്ട് വെക്കേണ്ടിയിരുന്നു. അതിന് മറ്റേ എന്താ റെഗുലേറ്ററോ അല്ല, റെഗുലേറ്ററില്ല പറയാൻ എന്തായിരുന്നു, എന്തോ ഒരു സാധനം അതില്ല. അതുകൊണ്ട് അത് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ എന്നിട്ട് ഡ്രയറിട്ട് കുറച്ച് ഹീറ്റ് കൊടുത്ത് അതൊന്ന് ഉണക്കിയെടുത്ത്, നല്ലോണം ഉണങ്ങിയിട്ടില്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് സ്പ്രെഡായി പോവും. ആ ഒരു പേടി എനിക്കുണ്ട്. എന്നിട്ട് കഴിയുന്നതും പെട്ടെന്ന് അതൊന്ന് തീർത്തിട്ട് എങ്ങനെയാണെന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. ഇതിൻ്റെ നേരെ കുഞ്ഞ് ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ, ഇത് A4 സൈസാണ്. A5 സൈസ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് A5 സൈസ്. ഇത് റെഡിയല്ലോ. ഇത് അരുൺ അമ്പലത്തിൽ നിന്ന് പ്രസാദം കൊണ്ടുവച്ചതാണ് കേട്ടോ. ഇത് ഒരു A4 ഇല്ല, ആ ഒരു സൈസിലാണ്. ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു വലിപ്പമുണ്ടാവും നമ്മുടെ ഫോട്ടോ. വെരി കണ്ടൻസ്ഡ് ഉണ്ട് കേട്ടോ. ഒരു കണ്ടൻസിതാ, ഇതൊരു കണ്ടൻസിതാ. ഇത് ഞാൻ ഗുരുവായൂർ കഴിഞ്ഞ വിഷുവിനല്ല, ശ്രീകൃഷ്ണ ജയന്തിക്ക് സമർപ്പിച്ചതിന് ശേഷം ഇതേപോലത്തെ ഫ്രെയിമും ഇതേപോലത്തെ ഷീറ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അരുണിന് നിർബന്ധം ഇതേപോലെ ഒരു കണ്ണൻ, അതേപോലെ തന്നെ ആ കണ്ണനെ കൊണ്ടായപ്പോൾ വിഷമായി എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഒന്ന് വരച്ചിട്ട് ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു 3-4 ഫ്രെയിം കൂടി എനിക്കിവിടെ സ്റ്റോക്കുണ്ട്. കാരണം കാണാൻ ഭയങ്കര ഭംഗിയാണ്, പക്ഷേ ഈ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് കസ്റ്റമേഴ്സിന് ഞാൻ അങ്ങനെ കൊടുത്തയക്കില്ല. ഇവിടെയൊക്കെ ഫ്രെയിം ചെയ്ത് വെക്കാൻ മാത്രമേ ഞാനിത് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ വീട്ടിൽ കൃഷ്ണമയങ്ങളാണ്. അപ്പോൾ അത് പൂർത്തീകരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എത്രയും പെട്ടെന്ന് ഞാൻ പൂർത്തീകരിക്കും, കാരണം എനിക്ക് കാണാനുള്ള ചെറിയൊരു ക്യൂരിയോസിറ്റി അതുകൊണ്ടാണ്.